Welcome, my boys. Waiting for long? സർക്കിൾ ഇൻസ്പെക്ടർ. Yes. സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു പോലീസ് വേഷത്തിൽ ആളിനെ വിട്ടത് ഞാനാണ്. ആരാണ് നിങ്ങൾ? നിങ്ങൾ കാരണം മാനം പോയ ഒരു പാവം പ്രൊഫഷണൽ കില്ലർ. എത്രയോ ഭയങ്കരന്മാരെ വളരെ നിസ്സാരമായി ഞാൻ തട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഉന്തുവണ്ടിയിൽ വെച്ച ബോംബിൽ നിന്നും ട്രാൻസിസ്റ്ററിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ അന്ന് ബോംബ് വെച്ച് നീയായിരുന്നോ? എടാ ദ്രോഹി, എന്നെ പട്ടിണി കിട്ടാ നീയല്ലേ? ഇവനെ ഇടിച്ചു. ലിസൺ ബോയ്, ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. ദാസ, ഏതായി അലവലാതി? ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലബലാദി. ഐ ആം പവനായി, എ റിയൽ പ്രൊഫഷണൽ കില്ലർ. പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? കമോൺ. നോ, ഐ വിൽ സെലക്ട്. മലപ്പുറം കത്തി തന്നെയാവാം. വർഷങ്ങളായി പോലീസിനെ കളിപ്പിക്കുകയായിരുന്നു പവനായി. ഈ മരണം അധോലോകത്ത് നടക്കും, പൊതുജനങ്ങൾക്ക് ആശ്വാസം പകരും. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയ്യോ, യാഥാർത്ഥ്യമാണ് സാർ. പവനായി മരിച്ചു. ഞാൻ വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞത് അല്പം ആലങ്കാരികമായിട്ടാണ്. ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു അല്ലേ സാർ? തീർച്ചയായും. എന്നാ പിന്നെ ഞങ്ങളെ കൂടെ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തൂടെ സാർ? തമാശ പറഞ്ഞല്ല സാർ. ജീവിക്കാൻ വേണ്ടി പോലീസ് ആവാൻ പോലും ഞങ്ങൾക്ക് മടിയില്ല. പിന്നെ എന്തൊക്കെയായാലും ഇതൊരു മർഡർ കേസാണ്, ജാമ്യം വേണം. സാർ, ഇങ്ങനെ മനസ്സാക്ഷിയില്ല സംസാരിക്കരുത് സാർ. ജാമ്യത്തിനൊന്നും ആളില്ല, വേണമെങ്കിൽ ഞങ്ങൾ അങ്ങ് തൂക്കിക്കൊന്നേക്ക് സാർ. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. നിയമത്തിന്റെ ഫോർമാലിറ്റീസ് വേണ്ട. എന്റെ സ്വന്തം റിസ്കിൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. വിളിക്കുമ്പോൾ ഒന്നേച്ചാ മതി. പട്ടിണി കിടന്ന് ചത്തില്ലേല് ഞങ്ങൾ വരാം. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആ സിഐഡികൾ ചില്ലറക്കാരില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ, ചായ.
നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ടുപോടാ. ഒടുവിൽ ഇന്നലെ പെരേര വിളിച്ചു. അയാൾക്ക് പേടിയുണ്ട്, എങ്കിലും നമുക്ക് നമ്മുടെ ചരക്ക് കൈമാറിയല്ലേ പറ്റൂ. ഞാൻ നിർബന്ധിച്ചപ്പോ പെരേര വരാമെന്നേറ്റു. നമ്മൾ ചരക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് എന്നെ കച്ചവടം നടത്താം. പെരേര അവിടെ വരും. അത് ആളൊഴിഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകാൻ ഇടയില്ല സാർ. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഞാൻ പെരേര ഒന്നുകൂടെ വിളിക്കാം. അടുത്ത 15-നകം അയാളോട് വരാൻ പറയാം.